മുല്ലപ്പെരിയാർ പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്ന് തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കി. തമിഴ്നാട് നിയമസഭയിലെ നയപ്രഖ്യാപനത്തിലായിരുന്നു വിജയ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ ഡാമിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് തുടക്കം കുറിച്ച വിജയ് സർക്കാരിന്റെ നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള സർക്കാരിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. എന്നാൽ കേരളത്തിനും കർണാടകത്തിനുമെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പാണ് വിജയ് സർക്കാരിന്റെ നയപ്രഖ്യാപന രേഖയിലുള്ളത്. മുല്ലപ്പെരിയാർ ഡാം എന്നത് തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലെ ജനങ്ങളുടെ ജീവനാഡിയാണ്. അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടി ഉയർത്തണമെന്നും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം ഇത് 152 അടിയാക്കുമെന്നും 2014 സുപ്രീം കോടതി ഉത്തരവിട്ട ഒന്നാണ്. എന്നാൽ അണക്കെട്ട് ബലപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ കേരള സർക്കാർ വിസമ്മതിക്കുകയാണ്. ഇതിനു പകരം കേരളത്തിന്റെ ആവശ്യം പുതിയ ഡാം നിർമ്മിക്കണമെന്നാണ്. കേരളത്തിന്റെ നീക്കത്തെ തടയാൻ തമിഴ്നാട് സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും തമിഴ്നാട് സർക്കാർ അറിയിച്ചു. മുല്ലപ്പെരിയാർ മേഖലയിൽ അറ്റകുറ്റപ്പണികൾ നടത്താനും ജലനിരപ്പ് ഉയർത്താനും കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഗവർണർ വ്യക്തമാക്കി. ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന സൂചനയാണ് ഇപ്പോൾ വിജയും നൽകുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേരളത്തെ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും കേരള സർക്കാരിന്റെ ഇത്തരം ശ്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ ഈ ഗവൺമെന്റ് ഉറച്ച നടപടികൾ സ്വീകരിക്കുമെന്നും നയപ്രഖ്യാപനത്തിലൂടെ തമിഴ്നാട് വ്യക്തമാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.